ഗുഡ് മോർണിംഗ് ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഏറ്റവും ഒന്നായിട്ടുള്ളൊരു കാര്യമാണ് ക്ലീൻ ദ ബെഡ്. നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ബെഡ് ഇതുപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമുക്കൊരു എന്തോ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാമറയൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചെയ്തിട്ട് വരാം. ഓക്കെ, ശേഷം ഞാൻ പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റു, ചായ കുടിച്ചു. ചായ രാവിലെയും വൈകിട്ട് അത് നിർബന്ധം, ഇല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആവത്തില്ല. നേരെ ഞാൻ എൻ്റെ സ്കിൻ കെയറിലോട്ട് പോയി. ഇത് അലോവേറ ജെൽ, അതായത് അതായത് നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജെല്ല് എടുത്തിട്ട് ഇതുപോലെ ഐസ് ക്യൂബാക്കി വെച്ചു. അതിനുശേഷം ഇങ്ങനെ ഡെയിലി ഒരു 2 ഐസ് ക്യൂബ് ആക്കിയിട്ട് ഫേസിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആയതേ ഉള്ളൂ തുടങ്ങിയിട്ട്. ഇത് നല്ലതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ. അപ്പം ഇന്നൊരു വെഡ്ഡിങ് ഫംഗ്ഷനുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്യുന്നത്. പൊതുവേ ഞാൻ അങ്ങനെ സ്കിൻ കെയറും അങ്ങനെ സെൽഫ് കെയർ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പം എന്നാലും ഇന്ന് ചെയ്യാമെന്ന് തോന്നി. ശേഷം ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശ ചൂടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശയും സാമ്പാറുമാണ് ഉള്ളത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പണിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോയി റെഡി ആവണം. നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കല്യാണമാണ്. ഓക്കെ, അപ്പം മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് തൂക്കുക എന്നതാണ്. ഒരുപാടായിട്ടൊന്നും ചവറില്ലെങ്കിലും അവിടെ ഇവിടെ ഇങ്ങനെ തൂക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ കാണാം. അപ്പോഴത്തേക്ക് ഡെയിലി തൂക്കുന്നത് എന്തും കൊണ്ടും ബെറ്ററായിട്ടുള്ള കാര്യമാണ്. ചവറില്ലെങ്കിലും നമ്മൾ തൂക്കുന്നത് എന്തും കൊണ്ട് ബെറ്ററായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ ശ്രദ്ധിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. പക്ഷേ നമുക്ക് മടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് ആരെയൊന്നും പറയാൻ പറ്റത്തില്ല. മടി എന്നത് മനുഷ്യന്മാരിലുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പം തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷപ്പ് ആവുക, റെഡി ആവുക, പോവുക, പിന്നെ ഫ്രണ്ട്സിനെ കാണുക, കല്യാണം എൻജോയ് ചെയ്യുക. എത്രത്തോളം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പുറത്ത് നല്ല ക്രൗഡായിട്ടുള്ള ഏരിയയിലൊക്കെ എനിക്കിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ അങ്ങനെ ഒരു ഇത് എന്തോ പോലെയുണ്ട്. അപ്പം ഞാൻ എത്രത്തോളം എടുക്കുമെന്ന് ഐ ഹാവ് നോ ഐഡിയ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കട്ടെ, ഇല്ലെങ്കിൽ ഇന്നത്തെ കല്യാണം പോവും. അപ്പം ഒരുപാടുണ്ട് തൂക്കാൻ. അപ്പോൾ ഒന്ന് നന്നായി അത്യാവശ്യം നല്ല ഇതായിട്ടൊക്കെ തൂത്തെടുത്തൊക്കെ വരാം. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെയാണോ നിങ്ങളുടെ വീട്ടിലും ജോലിയും കാര്യങ്ങളൊക്കെ? അപ്പം നിങ്ങളും പറ്റുന്ന പോലെയൊക്കെ നിൽക്കുക. ഓക്കെ, അപ്പം ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഞാൻ അപ്പം റെഡിയായി കഴിഞ്ഞു. ഞാൻ പ്ലാൻ ചെയ്തത് ഇതല്ല, ബട്ട് ഇതാണ് ലാസ്റ്റ് സെലക്ട് ആക്കിയിട്ട് ഒരു വേറൊരു ടൈപ്പ് ഗ്രീൻ കളറാണ്. അപ്പം കല്യാണത്തിന് പോയിട്ട് വരാം. അപ്പം കല്യാണം നമ്മളെല്ലാം സെറ്റായി, അതായത് നമ്മൾ കൂടുതൽ വിഷ്വൽസ് എടുത്തില്ല. അവരുടെ എൻട്രിയും വീഡിയോയും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ബാക്കിൽ പോയി ഇരുന്ന് കല്യാണമൊക്കെ ഇങ്ങനെ കാണാമെന്ന് വെച്ചിരുന്നു. അപ്പം പയ്യൻ വരുവാണ്. അപ്പോൾ പയ്യനെ ഇതാക്കാൻ വേണ്ടി അവർ ഡാൻസും പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നത് കൊണ്ട് ഒരുപാട് പേര് നിൽക്കുകയും ഇരിക്കുകയും വീഡിയോ എടുക്കുകയും ഇങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പം കുറച്ചൊക്കെ എടുത്ത് കുറച്ചൊന്നും സെറ്റ് ആവുന്നില്ല. അപ്പോൾ ഇതൊക്കെ അവർ ഡാൻസൊക്കെ കളിക്കുന്നത്. അതാണ് പയ്യൻ. അപ്പം അതൊക്കെയാണ്. അപ്പം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടന്നു. ശേഷം അത് കഴിഞ്ഞിട്ട് ഇതാ പെണ്ണിനെ കൊണ്ടുവരുന്നു. അപ്പോൾ പെണ്ണ് അതിൻ്റെ അകത്തുണ്ട്, ഫാമിലിയൊക്കെ ആയിട്ട് അവർ വരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പം പെണ്ണ് വരുമ്പോഴും ഒരു പാട്ട്, പയ്യൻ വരുമ്പോഴും ഒരു പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ആയിരുന്നു. ശേഷം അവരെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയി. അപ്പം നമ്മളിനി കഴിക്കാൻ പോകണം. അങ്ങനെ ഒരുപാട് പരിപാടീസുണ്ട്. അപ്പോൾ കഴിക്കുന്നതും മറ്റു കാര്യങ്ങളൊന്നും വീഡിയോ ചെയ്യുന്നില്ല. അപ്പം
അവിടെ കല്യാണം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പല വഴിയായിട്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം എല്ലാം ഓക്കെ ആയി. എൻ്റെ കല്യാണം നടന്നത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അപ്പം എൻ്റെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അതായത് നമ്മളെ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ് എല്ലാവരും കൂടെ ചേർന്നാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശേഷം നമ്മളിതാ വീട്ടിൽ വന്നു. ഇത് നമ്മുടെ കടയിലുള്ള സാധനമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇത് കഴിച്ചിട്ടില്ല, അല്ലാത്ത ലേസ് ബിങ്കോയൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഇത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ സോൾട്ടും സ്വീറ്റും ഒക്കെ സെയിം ആയിട്ട് വരുന്ന അങ്ങനത്തെ ആ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തും കൊണ്ടും ബെറ്ററാണ്. ശേഷം നൈറ്റ് ഒരു പായസം കുടിച്ച് ഇന്നത്തെ അധ്യായം ഞാൻ ക്ലോസ് ചെയ്ത്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരും. ലൈക്ക്, ഷെയർ.